എന്റെ ദൈവങ്ങളെ, എത്ര അമ്പലങ്ങളിലാണ് ഞാൻ പോണത്, എത്ര എത്ര വഴിപാടായി ഞാൻ എന്റെ മോന് വേണ്ടി നടത്തണത്. പക്ഷെ അതിനൊന്നും ഒരു ഫലമില്ലല്ലോ. അവന്റെ കല്യാണം അതൊന്നും നടന്ന് എനിക്ക് കണ്ടാ മതി. നിങ്ങൾക്ക് എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? അവനിപ്പളേ 35 വയസ്സ് കഴിഞ്ഞ് മുടിയൊക്കെ ആണെങ്കിലേ നരച്ചും തുടങ്ങി. ഇനി അവള് നല്ലൊരു പെണ്ണ് കിട്ടോ? എന്റെ മോന് എത്രയും പെട്ടെന്ന് നല്ലൊരു പെണ്ണിനെ കിട്ടണേ. വിലാസിനി ചേച്ചി, ഇതാര് ബിന്ദുവാ? നിങ്ങ വന്നേ? അല്ല ബിന്ദു, നിന്നിപ്പ ഇങ്ങോട്ടൊന്നും കാണണില്ലല്ലോ. ഒന്നും പറയണ്ട ചേച്ചി, കല്യാണ സീസൺ അല്ലേ, നല്ല തിരക്കാണ്. ഇന്ന് ഒരു കല്യാണം കഴിഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരണ വഴിയാണ്. ഇനി വൈകിട്ട് ഒരു കൂട്ടരെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകണം. കയ്യിൽ ഇഷ്ടം പോലെ ചെറുക്കനും പെണ്ണ് ഇരിക്കല്ലേ, ചാകരയാണ് സമയം. അപ്പൊ ഇതിലെ പോയപ്പോ ചേച്ചീനെ കണ്ടിട്ട് കുറെ നാളായല്ലോ, അതാണ് ഞാനൊന്ന് കേറിയത്. ഓ, നീ എന്തായാലും വന്നതില്ലേ, നന്നായി. ഞാൻ ഇപ്പൊ ദൈവങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു, എന്റെ മോന്റെ കല്യാണം ഒന്ന് നടത്തി തന്നെയെന്ന്. കറക്റ്റ് സമയത്ത് നിന്നതേ ഇവിടെ ദൈവം കൊണ്ടുവന്ന്. അവന്റെ കല്യാണം കഴിഞ്ഞില്ല ഇതുവരെ? ഓ, അതൊന്നും പറയണ്ടേ, ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ചെക്കന് 35 വയസ്സ് കഴിഞ്ഞില്ലേ. ഓ, ഈ ചിങ്ങം വരുമ്പത്തേക്ക് 36ലേക്ക് കിടക്കും. അതിനു മുമ്പെങ്കിലും അവന്റെ കല്യാണം ഒന്നും എനിക്ക് നടക്കണം. ശ്രീധരനൊന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകൊച്ചാണെങ്കിലും ഒരു കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം ഒന്നും നടക്കണം. ഇന്നാള് ഞാനിത് 2 കൊല്ലത്തിന് മുമ്പ് ഒരു ആലോചന കൊണ്ടുവന്നതല്ലേ. നല്ലൊരു പെങ്കൊച്ചായിരുന്നു. അപ്പൊ ചേച്ചിക്ക് സ്ത്രീധന നിർബന്ധം, അതിന്റെ പേരിലല്ല അത് ഒഴിഞ്ഞു പോയത്. ആ പെങ്കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി. ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ബിന്ദുവേ. ഇനി നീ നല്ല വല്ല കേസ് ഉണ്ടാവും നോക്ക്, ഞാൻ നടത്തിത്തരാ. അവൻ നല്ല മിടുക്കൻ ചെക്കനല്ലേ, നീ വിചാരിച്ച എന്തായാലും നടക്കും. നടത്തും. പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ, നീ ഇവിടെ ഇരുന്നേ പറ. അതേ, അവനിപ്പോ 35 വയസ്സൊക്കെ കഴിഞ്ഞ്. എന്നാലും നീയേ ഒരു 28 പറഞ്ഞാ മതി. അത്രേ ഉള്ളൂ, അവനെ കണ്ട അത്രയല്ലേ പറയുള്ളൂ. അവനെ കണ്ട അത്രയൊന്നും തോന്നൂല. 28 വയസ്സ് ഞാൻ അത് പറഞ്ഞാ മതി. ഇപ്പത്തെ പെൺപിള്ളേർക്ക് 30 വയസ്സായി ഞാൻ ചെറുക്കന്മാരെ വേണ്ടാന്ന്. എനിക്കറിയാമല്ലേ. 28 അത് നടക്കുമല്ല. നമുക്ക് പറയാ. അതല്ലേ, ചെറുക്കനെ കണ്ട പ്രായം കുറവായാലും നമുക്ക് 28 വേണമെങ്കിൽ 25 പറയാ. ഓ, 25 ഒന്നും പറയണ്ട, നീ ഒരു 28 പറഞ്ഞാ മതി. പിന്നെ നല്ല വലിയ വീടുണ്ടല്ലോ, വീടും ഉണ്ട്, അതുപോലെ നല്ല ശമ്പളവും ഉണ്ട്. പിന്നെ കാറുണ്ട്, കൂട്ടുകാരന്റെ. പക്ഷെ അതില് കാറൊക്കെ വീടാണെന്ന് നീ അങ്ങ് പറഞ്ഞോ. ബുള്ളറ്റ് ഉണ്ടാകുന്ന ചോദിക്കുമ്പോ പിള്ളേര്, ആ ബുള്ളറ്റ് നമുക്ക് ഒരെണ്ണം മേടിക്കാം കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും. നീ അത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തന്നോ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എന്റെ കസ്റ്റഡിയിൽ 5-6 പെൺപിള്ളേരുണ്ട്. ഓ, ദൈവം ഇട്ടാണ് എന്നോട് എത്തിച്ചത്. പിന്നെ പറഞ്ഞ പോലെ ഒരു പെണ്ണിന്റെ വീട് തെക്കാണെങ്കിൽ അടുത്ത പെണ്ണിന്റെ വീട് വടക്കാണ്. അവിടം വരെയൊക്കെ പോണെങ്കിലേ വണ്ടിക്കാശൊക്കെ നല്ല ചെലവുണ്ടേ. അതാണ് ഒരു കാര്യം. നീ അതൊന്നും ആലോചിക്കണ്ട. നിനക്ക് വണ്ടി പൈസ, ചെലവിനുള്ള പൈസ എന്താന്ന് വെച്ചാല് ഞാൻ തന്നോടാ. എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ കല്യാണം ഒന്ന് നടന്ന് എനിക്ക് കണ്ടാ മതി. ഇവിടെ ഇരിക്കും, ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം. അല്ലാതെ നിനക്ക് കുടിക്കാൻ വെള്ളം എടുക്കണ്ടേ? വേണ്ട ചേച്ചി, സദ്യ കൊണ്ടിട്ട് വരണല്ലേ, വെള്ളമൊന്നും വേണ്ട. തന്നെ പൈസ വരാട്ടാ. അറിഞ്ഞിടത്തോളം മനസ്സിലായിടത്തോളം വിലാസിനി ചേച്ചി നല്ല നനഞ്ഞ മണ്ണാണ്. നല്ലോണം കുഴിച്ചെടുക്കണം. മുമ്പൊക്കെ എന്തായിരുന്നു, ഒരു 100 രൂപ ചോദിച്ചാൽ തരാണ്ടവളൊക്കെ വിഷമമായിരുന്നു. മോന് മൂക്കില് പല്ലെടുത്തപ്പോ തള്ളക്ക് വെളി പോകുന്നു. 35 വയസ്സായ മുതുക്കന് ഇനി 25 വയസ്സ് പറയാം. 28 വയസ്സ് പറഞ്ഞു നോക്കാം. ഒരു കൊല്ലം നടത്തിക്കാം. എന്റെ വീടിന്റെ അടുക്കള ഒന്ന് ശരിയാക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി വിലാസിനി ചേച്ചി തന്നെ. ഇത് തികയോന്നറിയില്ല. ഇത് തികഞ്ഞില്ലെങ്കിലേ നീ എന്നോട് പറഞ്ഞാ മതി. ഞാനേ മോനോട് പറഞ്ഞിട്ട് മറ്റേ ഫോണിൽ കൂടി പൈസ ചെയ്യൂലേ, അത് ഞാൻ ചെയ്തരാം, ഗൂഗിൾ പേ. എനിക്കതൊക്കെ ഉണ്ട്. പിന്നെ നാളെ തന്നെ പോകൂലേ? നാളെ എന്തിനാണ്? ഇന്നത്തെ പെണ്ണാണൽ കഴിഞ്ഞ അപ്പൊ തന്നെ പോവേണ്. നീ വിചാരിച്ച നടക്കും. ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്നാ ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ നാളെ തന്നെ വിളിക്കാം. ഗൂഗിൾ പേ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ശരി. ദൈവമായിട്ടാണ് ബിന്ദുവിനോട് എത്തിച്ചത്. ഇവ വിചാരിച്ച എന്തായാലും എന്റെ മോന്റെ കല്യാണം നടക്കും. എന്റെ അമ്മ എന്തൊക്കെയാണ് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്? അപ്പൊ നീ പറഞ്ഞതൊക്കെ കേട്ടോണ്ടല്ലേ പറഞ്ഞത്? വെറുതെ എന്തിനാണ് ഈ പ്രായം കുറിച്ചുള്ള പറഞ്ഞ പോലെ? ഓ, പിന്നെ ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞ ആൺപിള്ളേരൊന്നും പെൺപിള്ളേർക്ക് വേണ്ട. പിന്നെ കല്യാണം നടക്കണോ? 35 വയസ്സ് പറഞ്ഞാലേ ഒരുത്തിനെയും കിട്ടൂല. പിന്നെ വല്ല കളവിലെ വലയിലൊക്കെ കിട്ടും, വല്ല 2ാം ഘട്ടം അങ്ങനെ വരുന്നു. അതിനെ മതിയാ. കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണം. അതെ, ഇപ്പൊ ഞാന് 28 പറഞ്ഞേക്കണത്. 5-6 വയസ്സല്ലേ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോ എന്താണ്? അറിഞ്ഞാലാ
എങ്ങനെ അറിയാനായിട്ട്? ഇത് ജാതകവും ഇതൊക്കെ ഇല്ലേ? എടാ ജാതകമൊക്കെ നമുക്ക് തിരുത്താം. അതിപ്പോ ഒരു ദിവസം കൊണ്ട് ഒരു ഇത്തിരി പൈസ കൊടുത്താൽ ഞാൻ അയാളത് ശരിയാക്കി തരും. ഞാൻ കാര്യം കഴിഞ്ഞ്. പിന്നെ നിന്റെ ആധാർ കാർഡ് അതൊന്നും എടുത്ത് ഇപ്പൊ ഞാനെ കാണിക്കാതെ തന്നാ മതി. തൽക്കാലം വേണം നമുക്ക് റേഷൻ കാർഡ് എടുക്കാം. അതിൽ നിനക്ക് ഇപ്പോഴും 27 വയസ്സാണ് എടുക്കണത്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ആരും അറിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നീയായിട്ട് പറയാൻ നിക്കണ്ട. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവൾ അറിയണുണ്ടെങ്കിൽ അറിയട്ടെ. പിന്നെ പറഞ്ഞാൽ എന്താണ്, ഒരു കൊച്ചും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവള് നിന്നിട്ടൊന്നും പോകൂല. പ്രായം കൂടുതലാന്ന് പറഞ്ഞോണ്ടു. പിന്നെ ഇപ്പൊ എന്താണ്, നീ ഞാൻ പറയണിട്ട് അങ്ങ് നിന്നാ മതി. കാറൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ കൂട്ടല്ലേ, അതിനിപ്പോ എന്താണ്, കാറിപ്പോ ഇവിടെ നടക്കണത്. അതേപോലെ തന്നെ ആ ചെറുപ്പേടിയിട്ട് എന്നൊക്കെ വരുമ്പോഴും നമുക്ക് ഇതേപോലെ അവന്റെ 2 ദിവസത്തെ കാർ കൊണ്ടൊന്നും ഇട്ടാ പോരെ. കാറുണ്ടെന്നായില്ലേ, അവരെ ചോദിക്കാനൊന്നും പോണില്ലല്ലോ കാറ് നിങ്ങൾക്ക് ഉണ്ടോന്ന്. കാണുമ്പോ അവര് വിചാരിക്കും നമ്മുടെ എണ്ണം. നമ്മളായിട്ട് പറയാനും പോണില്ല, അവരോട് ചോദിക്കാനും പോണില്ല. പിന്നെ ഇപ്പൊ എന്താണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ബുള്ളറ്റും കൂടി മേടിക്കണം. ബുള്ളറ്റും വേണോ? അപ്പൊ പെൺപിള്ളേർക്ക് ബുള്ളറ്റ് വന്നിപ്പോ അവള് പറഞ്ഞു ബിന്ദു, അതും കൂടി പറഞ്ഞ് ഒപ്പിക്കണം. ശരിയാക്കാം. എന്റെ കൂട്ടുകാരോട് ബുള്ളറ്റ് തൽക്കാലൊക്കെ അതുകൊണ്ട് വെച്ചപ്പോഴുന്നു. ആരും അറിയൂലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ കിഞ്ഞോട് ചെല്ലാൻ പറഞ്ഞ നമുക്ക് ബുള്ളറ്റ് പോവാ. ശരിയാണ്, അങ്ങനെ വീഴും. ഓ, എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഒന്നും എനിക്ക് നടന്നു കണ്ടാ മതി. നടക്കുമേ? ആ ഒരു പ്രതീക്ഷയിലാണ്. നിന്റെ ഒപ്പം പഠിച്ചവരെല്ലാരും കല്യാണം കഴിഞ്ഞ് കൊച്ചുമായി. ഓ അമ്മ ചമത്തി കുത്തല്ലേ. പിന്നെ സങ്കടവും കൊണ്ട് പറയണാണ്. ഒപ്പം മറ്റേ പെൺപിള്ളേരാണെങ്കിൽ 2ഉം 3ഉം പിള്ളേരെ കൊണ്ടാണ് ഇതിലേക്ക് നടക്കണം. അപ്പൊ അവരൊരു ചോദ്യം ഉണ്ട്, അവന്റെ കല്യാണമായില്ലേന്ന്. ഓ, അതിനൊന്നും രക്ഷോട്ടാ മതി എനിക്ക്. ഇവിടെ എന്തായാലും നടത്തും, അതെനിക്ക് ഉറപ്പാണ്. അതെ, ഞങ്ങക്ക് പെൺകൊച്ചിന് ഇഷ്ടപ്പെട്ടിട്ടാ. എടാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കണ്ട അവൻ ചിരിക്കണണ്ട, അവനും ഇഷ്ടപ്പെട്ട്. അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണോട്ട് നടത്താന്നേ. പെട്ടെന്ന് എങ്ങനെ ഒരു തീരുമാനം പറയുന്നത്? മോക്കും കൂടി ഇഷ്ടപ്പെടണോല, അവളുടെ അടുത്തും കൂടി ചോദിക്കണ്ടേ? മോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാല. പിന്നെ വേണമെങ്കിലേ ഇവരൊന്ന് 5 മിനിറ്റ് സംസാരിക്കട്ടെ, അങ്ങനെ ഇവർക്ക് തീരുമാനം എടുക്കാല. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഉടനെ തന്നെ നടത്തുകയും ചെയ്യാം, അല്ലേടാ? അമ്മ പറയണ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടാ ഇവരൊന്ന് സംസാരിക്കട്ടെ. മോൾക്ക് സംസാരിക്കണോ? ആമേ, എനിക്ക് സംസാരിക്കണം. കുറച്ച് കാര്യങ്ങളെ ചോദിച്ചറിയാനുണ്ട്. എന്നാ അവര് സംസാരിക്കട്ടെ. വന്നില്ലല്ല. അല്ല, എന്താണ് ചോദിക്കാണ്ടെന്ന് പറഞ്ഞ്? അത് ചേട്ടന് ശരിക്കും എത്ര വയസ്സുണ്ട്? എന്താണ് അങ്ങനെ ചോദിച്ചത്? അതല്ല, ചേട്ടനെ കണ്ടിട്ടേ ഒരുപാട് പ്രായമുള്ള പോലെ എനിക്ക് തോന്നണേ. അത് ഞാൻ ഗൾഫിലായിരുന്നല്ല ഒരു 3-4 വർഷം. അപ്പൊ അവിടെ വെള്ളത്തിന്റെ ഈ പ്രശ്നമാണ്, അവിടെ ഉപ്പ് വെള്ളമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ അത് ഉപയോഗിച്ച് കുറച്ച് മുടിയൊക്കെ പോയി, അതുകൊണ്ട് തോന്നണാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 28 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അതെല്ലേ? എന്നിട്ട് പിന്നെ ഇഷ്ടമായ? എനിക്കിഷ്ടമായി. അതിപ്പോ വേറൊന്നുമില്ല, എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടേ. എന്താണ് പറഞ്ഞു? അല്ല, എന്റെ ഭർത്താവായി വരുന്ന ആൾക്ക് സത്യസന്ധനും ഇതുപോലെ തുറന്നു പറയുന്ന ഒരാളാവണമെന്ന് എനിക്ക് പണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ചേട്ടൻ ഒന്നും മറച്ചൊന്നും വെച്ചില്ലല്ലോ? ഇല്ല, ഞാൻ എന്താ വിളിക്കേണ്ടത്, അച്ചു തന്നെ വിളിച്ച. അച്ചു മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് എങ്ങനെയാണോ അത് തന്നെയാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. ഞാനൊരു കാര്യത്തിലൊന്നും പറയാറില്ല, എന്തെങ്കിലും തുറന്നു പറയാ. എന്നെ പോലെ തന്നെയാണ് അമ്മയും. അമ്മ അത് തന്നെയാണ്, അമ്മനെ കണ്ടാണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. എനിക്കതുപോലെ സന്തോഷമായി. കണ്ടാ അവർ ചിരിച്ചെടുത്ത് വർത്താനം പറഞ്ഞണ്ട, 2 പേർക്കും ഇഷ്ടമെന്ന് തോന്നണേ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണോട്ട് നടത്താം. നിശ്ചയൊന്നും വേണ്ടാന്ന്, വെറുതെ സ്വന്തക്കാർക്കൊക്കെ വിളിച്ച് വെറുതെ സദ്യ കൊടുത്തിട്ട് എന്തിനാണ്, നമുക്ക് കല്യാണം അങ്ങ് നടത്താം. ഹായ് നന്ദു. ദൈവമേ, സാഗറാണ് ഇവനെന്താണ് ഇവിടെ? നീ എന്താണ് എന്നെ കണ്ടൊന്നും ഉണ്ടാത്തെന്താണ്? അല്ല, സാഗറേട്ടനെ അറിയോ ഈ ചേട്ടനാ? പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ ഒരു കോളേജില്. ഒരുമിച്ച് പഠിച്ചു? അല്ല മോനെ എപ്പോഴേ ആള് മാറിപ്പോയതായിരിക്കും. എന്റെ പൊന്നമ്മ എന്നെ മറന്നാ? ഞാൻ എത്ര തവണ വീട്ടിൽ വന്നേക്കണേ. ഇവന്റെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞങ്ങൾ അടുത്ത ആഴ്ച റീയൂണിയനാണ്. ഇവനൊന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കിടക്കായിരുന്നു. ഇപ്പൊ ഏതായാലും അവനെ കണ്ടല്ല, നമ്പർ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കയറിയത്.
എടാ നിനക്ക് ഇപ്പോഴും തന്നെ മനസ്സിലായില്ലേ? എടാ ഞാനാണ് സാഗര. നമ്പർ നിന്റെ? എടാ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നിന്നെ കണ്ടതിൽ സന്തോഷം. എന്തായാലും നീ ഫാമിലി ആയിട്ട് വന്നോ, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ. സത്യം പറയടോ, തനിക്ക് എത്ര പ്രായമുണ്ട്? അത് താനപ്പൊ സാഗരത്തിന്റെ ഒപ്പം പഠിച്ചതാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 10-35 വയസ്സെങ്കിലും ഉണ്ടാവും. എന്നിട്ട് 28 വയസ്സാണെന്ന്. അമ്മയും മോനും കൂടി ഇറങ്ങിയേക്കണ് ആൾക്കാരെ പറ്റിക്കാൻ. രണ്ടും ഇറങ്ങിക്കോ ഇവിടുന്ന്. അതെ, മോള് പറഞ്ഞില്ലേ ഇറങ്ങിക്കോ രണ്ടുപേരും ഇവിടുന്ന്. ചെറിയ കൊച്ചിന് ഇത്രയും പ്രായം ചെറുക്കാൻ ഞങ്ങൾ എങ്ങനെ കെട്ടിച്ചു തരും? നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള പ്രായം പറഞ്ഞു കല്യാണം ആലോചിച്ച് വന്നൂടെ? എന്റെ മോള് എത്ര ചെറുതാ, 22 വയസ്സ് 23 വയസ്സുള്ള ആ കൊച്ചിന് 35 വയസ്സുള്ള കളവനെ കെട്ടിച്ചു കൊടുക്കണോ ഞങ്ങള്? നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള പ്രായം പറഞ്ഞ് നല്ല പെണ്ണുകളെ കെട്ടുമെന്ന് നോക്ക്. അല്ലാണ്ട് ഇത്രയും ചെറിയ പിള്ളേരെ അന്വേഷിച്ച് വരാണ്ട് നാണാവൂലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? മതി കണ്ടതും വർത്താനം പറഞ്ഞതും. രണ്ടുപേരും ഇറങ്ങി പോവാൻ നോക്ക്. ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുന്നത് ആരും കേക്കണ്ട. നാണക്കേടാണ്. വന്നേക്കണം അമ്മയും മോനും കൂടി. ദേ ഇതുപോലെ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് വിശദമായി എല്ലാം അറിഞ്ഞിരിക്കണം. ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ ഒരു പെൺകുട്ടിയും വീഴാതിരിക്കട്ടെ.